ഇന്നലെ മഴയ്ക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയ്ക്കുള്ള കോളും. റൂമിൽ നിന്ന് ഇറങ്ങി നമ്മുടെ പാലച്ചോട് തന്നെ ഒരു കടയുണ്ട്. രാവിലെ തന്നെ ചൂട് ഇഡ്ഡലിയും സാമ്പാറും പൊറോട്ടയും കടലക്കറിയും അതുപോലെ തന്നെ പയറും പുട്ടൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു കട. അവിടെ കയറി രാവിലെ തന്നെ 3-4 ഇഡ്ഡലിയും ഒരു കട്ടൻ ചായയും. രാവിലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ ഒരു കടയാണ്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ പിന്നെ ഓടാൻ ഇറങ്ങി. ഓട്ടം തീരെ കുറവാണ്. ഓൺലൈനിലാക്കിയിട്ട് അവിടെ എവിടെയൊക്കെ കിടന്നിട്ട് ഒന്ന് ഓട്ടോ അടിക്കുന്നു. അവസാനം ഒരു ഓട്ടോ അടിച്ച് ആലുവ വരെ പോയപ്പോഴാണ് ഒരു പച്ചക്കറി കടയുടെ മുന്നിൽ ഈ ഒരു ബോർഡ് കണ്ടത്. ഈ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ ചേട്ടന്റെ മനസ്സ് നമ്മൾ ആരും കാണാതെ പോലും. നമ്മുടെ കൊച്ചിയിൽ കമ്പനിപ്പാടി മെട്രോ സ്റ്റേഷന്റെ ഇപ്പുറത്തായിട്ടാണ് ഈ ഒരു പച്ചക്കറി കട. ഉച്ച സമയങ്ങളിലൊക്കെ ഓട്ടം തീരെ ഇല്ലാത്തതുകൊണ്ട് നേരെ റൂമിൽ വന്ന് ഡ്രസ്സ് മാറി ഒരു വീഡിയോ എടുക്കാനായിട്ട് വീണ്ടും ഞാൻ ആലുവ വരെ. രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങിയ ശേഷം കൊച്ചുവിട്ടു ആരെ കണ്ടാലും ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഗൈസ്, ആലുവ വരെ പോകണ്ടായിരുന്നു. അമ്പാട്ടാവ് മെട്രോ സ്റ്റേഷന്റെ അടുത്തായിട്ട് കുഷ്ക റൈസ് കഴിക്കാനാണ് വന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു കുഷ്ക റൈസും 65 കഴിച്ച് ഓരോ ജീരക സോഡയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഊബർ ഓണാക്കി വീണ്ടും നേരെ ഓടാൻ ഇറങ്ങി. കൊച്ചിയിൽ എയർപോർട്ട് പിക്കപ്പും ഡ്രോപ്പും ഓട്ടം വല്ലതും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ CNG ഒക്കെ അടിച്ച് റൂമിലേക്ക് പോകുന്ന വഴിയാണ് ഇതാണ്ട് ഈ ഒരു മുതലിനെ കണ്ടത്. ദുബായിൽ നിന്ന് റോഡ് ട്രിപ്പായിട്ട് കേരളത്തിലേക്ക് വന്ന മുതലാണ്. അതേതായാലും ഒരു 1.5 ഐറ്റം ഉണ്ടായിരുന്നു. ഒരു ആനയുടെ തലപ്പൊക്കം ഉണ്ടായിരുന്നു. രാത്രി ഇനി ഒന്നുകൂടെ കഴിക്കാനായിട്ട് ഇറങ്ങണ്ടെന്ന് കരുതി നേരെ റൂമിൽ വന്ന് അവനെയും കൂട്ടി ഒരു തട്ടുകടയിലോട്ട് പോയി ഓരോ ഫ്രൈഡ് റൈസും നല്ല ചൂട് ഫ്രൈഡ് റൈസും അതിന്റെ കൂടെ ഒരു കട്ടൻ ചായയും കുടിച്ചു. ആഹാ, അടിപൊളി. ദാണ്ട് നിങ്ങൾ എറണാകുളത്തൊക്കെ ഉള്ളവരാണെങ്കിലേ ആലുവയിലുള്ളതാണ്ട് ഈ ആദിത്യന്റെ കുണ്ടി എന്ന് പറയുന്ന സ്ഥലം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അങ്ങനെ ഓരോ പാട്ടൊക്കെ കേട്ട് എന്നെ കൊണ്ട് റൂമിലാക്കിയിട്ട് അവൻ നേരെ ഓടാനും പോയി.